സൈക്കിൾ ഓഫ് വയലൻസ് അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ചാക്രിക വലയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്, അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എന്നെ നിങ്ങൾ കൊല്ലുന്നു, അപ്പോൾ എൻ്റെ മക്കളും കുടുംബവും അനാഥമാകുന്നു. അതിനു പകരം നിങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും കൊല്ലുന്നു, അപ്പോൾ എന്തു ചെയ്യുന്നു? അവിടെയും കണ്ണീരും ദുരന്തവും അനാഥത്വവും വേദനയുമാണ് ഉണ്ടാവുന്നത്. ഇതിനാണ് ഈ സൈക്കിൾ ഓഫ് വയലൻസ് അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ ചാക്രിക വലയം എന്ന് പറയുന്നത്. അതൊരു പ്രതിഭാസമാണ്. അതേത് ദുഷ്ടനോടും ഏത് അനീതിയോടും ഏത് സംഗതികളോടും ചേർത്ത് വെച്ച് ചിലർ പറയാറുണ്ട്. മറ്റൊരു സംഗതിയുണ്ട്, പൊയറ്റിക് ജസ്റ്റിസ്, കാവ്യാത്മകമായ നീതി. കാവ്യാത്മകമായ നീതി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു അനീതി പ്രവർത്തിക്കുന്നു, സമാനമായ ഒരു അനീതിയിൽ അയാൾ കൊല്ലപ്പെടുന്നു. അയാൾ അനീതിയുടെ മൂർത്തിമദ്ഭാവമാണ്. ഏറ്റവും കൊടും ക്രൂരതയാണ് അയാൾ ചെയ്തത്. അയാൾ ചെയ്ത പാതകത്തിന് സമാനമായ ഒന്നുമില്ല. ആ പ്രവൃത്തി ധാർമ്മികതയുടെയും നൈതികതയുടെയും ഏത് തട്ടിൽ വെച്ച് നോക്കിയാലും മഹാപാതകമാണ്. എന്നിട്ട് അയാൾ വലിയ ധീരനായി വാഴ്ത്തപ്പെട്ട് വലിയ മിടുക്കനായി മാറുന്നു. എന്നാൽ സമാനമായ മറ്റൊരു സംഭവത്തിൽ ഇതേ ആൾ കൊല്ലപ്പെടുന്നു. അതിനെയാണ് പൊയറ്റിക് ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ പേരിനോട് ചേർത്ത് വെച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ലഫ്റ്റനൻറ്റ് കേണൽ ഡോർ ഗദാലിയ ബെൻ സിംഹോൻ, ഇതാണ് പേര്. ഇവൻ്റെ പ്രായം വെറും 32 വയസ്സ്. ഈ 32 വയസ്സിൽ ജീവിക്കാൻ വേണ്ടി മാത്രം, സമാനമായ രീതിയിൽ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കൊല്ലപ്പെടാൻ വേണ്ടി മാത്രം ഒരു ജീവിതം. ആ വ്യക്തി മാത്രമല്ല, ഒരു ബറ്റാലിയൻ തന്നെ തുടച്ചു നീക്കപ്പെടുന്നു. ആ ബറ്റാലിയൻ 51 IDF ബറ്റാലിയനാണ്. ആ 51 IDF ബറ്റാലിയൻ എങ്ങനെയാണ് കുപ്രസിദ്ധമായതെന്ന് ചോദിച്ചാൽ, നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യർ, അവർ പോരാളികളല്ല, യുദ്ധമുഖത്തുമല്ല, കുടുംബം, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവർ യാത്ര പോകുന്നു. ഈ യാത്ര പോകുന്ന വാഹനം ഈ 51 ബറ്റാലിയൻ്റെ മുമ്പിൽ ചെന്നുപെടുന്നു. ആ ബറ്റാലിയനിൽ മൊത്തം 6 പേരുണ്ട്. ആ 6 പേർ ആ വാഹനത്തിന് നേരെ ടാങ്ക് ഉപയോഗിച്ച് വെടിവെക്കുന്നു. എല്ലാവരും കൊല്ലപ്പെടുന്നു. ഒരു മകളുണ്ട്, 6 വയസ്സ് പ്രായം. 2024 അവൾക്ക് 6 വയസ്സ് പ്രായം, അല്ലെങ്കിൽ 5 വയസ്സ് പ്രായം. പ്രായം പറയാൻ അവിടെ വേറെ ആരും ജീവിച്ചിരിപ്പില്ലല്ലോ, എല്ലാവരും കൂട്ടത്തോടെ മരിച്ചില്ലേ. അവൾ മാത്രം ആ സന്ദർഭത്തിൽ ഫോൺ വരുന്നു, ഏതോ ബന്ധുക്കൾ വിളിക്കുന്നതാണ്. ആ ഫോൺ എടുത്തിട്ട് അവൾ പറയുന്നു, എല്ലാവരും മരിച്ചു, ഞാൻ മാത്രം ഇവിടെയാണ്, എനിക്ക് ഭയം തോന്നുന്നു, എന്നെ എടുത്തുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് ഈ തോക്ക് ചൂണ്ടിയവൻ്റെ നേരെ കൈകൂപ്പി പറയുന്നു, എന്നെ കൊല്ലല്ലേ എന്ന് കെഞ്ചുന്നു. എത്ര വയസ്സുള്ള കുഞ്ഞാ? 5 വയസ്സുള്ള കുഞ്ഞ്. അവൻ സയനിസ്റ്റ് ഭീകരനായതുകൊണ്ട് അവനത് കേട്ടില്ല. ഈ കുഞ്ഞിൻ്റെയും മാറിടത്തിലേക്ക് ബുള്ളറ്റുകൾ പായിച്ചു. ഏതുപോലെയെന്ന് വെച്ചാൽ, ഈ അടുത്ത സമയത്ത് ഒമാനിലെ കപ്പലിൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു നാവികൻ്റെ അച്ഛൻ അവൻ എക്സ് പ്രൊഫൈലിൽ കുറിച്ചില്ലേ, അതുപോലെ ഒരാളും ബാക്കി കാണരുത്. യു ഡു ദ ക്ലിൻസിങ് ആക്ടിവിറ്റി, യു ഷുഡ് ഡു ദി ജനോസൈഡ് ആൻഡ് കംപ്ലീറ്റ് അപ്രൂട്ട് ഓഫ് ദി ജനറേഷൻ. അതുപോലെ അവൻ പ്രവർത്തിച്ചു. 2 വർഷം. അവൻ അന്ന് പ്രായം 30, ഇന്നവന് പ്രായം 32. അവൻ ഈ 51 ബറ്റാലിയനുമായി സൗത്ത് ലെബനനിൽ ആക്രമിക്കാൻ വിടുന്നു. ആ ആക്രമിക്കാൻ പോയി ആദ്യ ദിവസം അതിൻ്റെ കമാൻഡറായിരുന്ന അയാൾ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നു. ഇനി അവന് ചലിക്കാനാവില്ല എന്നാണ് മെഡിക്കൽ റെക്കോർഡ്സ് പറയുന്നത്. കണ്ണ് തുറന്നവനിങ്ങനെ കിടക്കും, കാലത്തെ നോക്കി. അവനിലൂടെ ഇങ്ങനെ മലമൂത്ര വിസർജനം നടന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ മക്കളും അത് കാണും. ആ പോസ്റ്റിലേക്കാണ് ഇവനെ വെച്ചത്. അടുത്ത ദിവസം ഡ്രോൺ ആക്രമണത്തിൽ എല്ലാവരും കൊല്ലപ്പെടുന്നു. 401 ആർമേഡ് ബ്രിഗേഡിൻ്റെ കീഴിലുള്ള 52 ബറ്റാലിയൻ്റെ കമാൻഡറായിട്ടാണ് ഇവനെ പോസ്റ്റ് ചെയ്യുന്നത്.
ആ ബറ്റാലിയൻ മുഴുവനായി തെക്കൻ ലെബനനിലെ കിഫാർ തെബിനിത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിനടുത്ത് വെച്ച് ഈ അക്രമത്തിൽ അവൻ കൊല്ലപ്പെടുന്നു. തീർന്നില്ല സമാനത. ബെയ്ത്ത് ഹഷിത എന്ന് പറയുന്ന കിബുൾ സ്വദേശിയാണ് ഇവൻ. ഒരു സൈനിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. 4 സഹോദരന്മാരും ഇതേ 401 ബ്രിഗേഡിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. അവനാണ് ഈ കൊല്ലപ്പെടുന്നത്. ഞാൻ തീർന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തീർന്നില്ല എന്ന് പറയാൻ കാരണം 2026 ഏപ്രിലാണ് ഇതിൻ്റെ ഒറിജിനൽ കമാൻഡൻറ്റിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അപ്പോഴാണ് ഇവൻ ചാർജ് എടുക്കുന്നത്. ഇവനെ കൂടാതെ യോക്ലീൻ, ലിയാവ്, കബാബിയ, നവീദ് ഹബൂഷ് എന്നിവർ എല്ലാവരും തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഇങ്ങനെയാണ് കാവ്യാത്മകമായ നീതി ചിലപ്പോഴൊക്കെ നടപ്പിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ദുരന്തത്തിൻ്റെ ചാക്രിക വലയത്തിൻ്റെ വേദനയുണ്ടെങ്കിലും 32 വയസ്സുവരെ ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും അതിക്രൂരമായി കൊന്ന് ഇവിടെ എന്തൊക്കെയോ പദവികൾ സ്വപ്നം കണ്ട അവൻ മണ്ണോട് ചേരുന്നു. അവൻ്റെ പേര് ഒരു കൊടും കുറ്റവാളിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.